ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ലെക്ചർ സീരീസ് പ്ലാൻ ചെയ്യുന്നത് KTUവിൻ്റെ ESD102 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലാബ് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് 20ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കിട്ടും. ഇത് കൂടാതെ അൽഗോരിതവും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതവും പ്രോഗ്രാമും ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ കൺസെപ്റ്റ് പാർട്ടും വിത്ത് മോർ പ്രോഗ്രാംസും ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെക്ചർ സീരീസിലേക്ക് കടക്കാം. ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാമെന്നുള്ള പ്രോഗ്രാമിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഡിസൈൻ വേണം, അല്ലെങ്കിൽ സീഡോ കോഡ് എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള സ്റ്റെപ്പ് വൈസ് സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണം. അതിനെ എനിക്ക് സീഡോ കോഡ് എന്ന് വിളിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള കാര്യത്തിനെയാണ് ഫ്ലോ ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഓരോ പ്രോഗ്രാം ഞാൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഫ്ലോ ചാർട്ട് റൈറ്റിൽ പറഞ്ഞേക്കും, ലെഫ്റ്റ് സൈഡിൽ സീഡോ കോഡ് പറഞ്ഞേക്കും. അപ്പോൾ ഏതൊരു സീഡോ കോഡ് ആയിരുന്നാലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആയിരിക്കും, എൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആയിരിക്കും. ഇതിന്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്നതാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഫ്ലോ ചാർട്ടിനകത്ത് സ്റ്റാർട്ടും സ്റ്റോപ്പും ഞാൻ വരയ്ക്കുന്നത് റൗണ്ടഡ് റെക്ടാംഗിൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ടും സ്റ്റോപ്പും വരയ്ക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത് എനിക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഹലോ വേൾഡ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേ കമാൻഡിന് വേണ്ടി എനിക്ക് വേണമെങ്കിൽ പ്രിന്റ് എന്നല്ലെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിസ്പ്ലേ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പ്രിന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേ യൂസ് ചെയ്യാം. പല ടെക്സ്റ്റിനകത്ത് പല ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ചിലതിനകത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ചിലതിനകത്ത് പ്രിന്റ് എന്ന് പറഞ്ഞ് എഴുതി. രണ്ടും ഒരേ മീനിങ് ആണ് തരുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് പ്രിന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഒരു പർട്ടിക്കുലർ കാര്യം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന സ്യൂഡോ കോഡ് ഞാൻ എങ്ങനെ ഫ്ലോ ചാർട്ടിനകത്ത് വരയ്ക്കാൻ പറ്റും? ഫ്ലോ ചാർട്ടിനകത്ത് ഒരു പാരലോഗ്രാം ആയിട്ടായിരുന്നു ഡിസ്പ്ലേ വരയ്ക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്തായിട്ടാണ് വരച്ചിരിക്കുന്നത്? ഫ്ലോ ചാർട്ടിനകത്ത് പാരലോഗ്രാം ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് വരയ്ക്കുന്ന റൗണ്ടഡ് റെക്ടാംഗിളും അതേപോലെ ഹലോ വേൾഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഞാൻ പാരലോഗ്രാമിനകത്താണ് വരയ്ക്കുന്നത്. നൗ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനാണെങ്കിൽ ഈ പ്രോഗ്രാം എൻ്റെ പ്രോഗ്രാം ഞാൻ എഴുതാൻ പോവാണ്. അപ്പം ഞാൻ സീഡോ കോഡ് വെച്ചിട്ടാണ് ഞാനത് എഴുതുന്നത്. ഓക്കെ, സീഡോ കോഡ് ഞാൻ കോപ്പി ചെയ്തു. ഫസ്റ്റ് ഞാനൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഒരു ബേസിക്സ് ഈ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. എപ്പോഴും ഒരു സി തുടങ്ങുന്നത് ഒരു ഫസ്റ്റ് വൺ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് വെച്ചാണ്. പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണും. ബാക്കിയെല്ലാം മാൻഡേറ്ററി അല്ല, ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണും. ഓയിഡ് മെയിൻ ഇങ്ങനെയാണ്. ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ നോക്കാം. ജസ്റ്റ് ആദ്യം നമ്മൾക്ക് ഓയിഡ് മെയിൻ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിക്കുക. ഓയിഡ് മെയിൻ ഓപ്പണിംഗ് ബ്രേസസ്, ക്ലോസിംഗ് ബ്രേസസ്. ഇവിടെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? സ്റ്റേറ്റ്മെന്റ്സ് എഴുതേണ്ടത്, പ്രോഗ്രാമിങ്ങിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം പ്രീ പ്രോസസർ ഡയറക്റ്റീവ് വേണം, പിന്നെ ഓയിഡ് മെയിൻ വേണം, ഓപ്പണിംഗ് ബ്രേസസ്, ക്ലോസിംഗ് ബ്രേസസ്, പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് വേണം. അപ്പോൾ എന്താണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഓക്കെ, നമുക്ക് എൻ്റെ പ്രോഗ്രാം അതായത് എൻ്റെ ഈ സീഡോ കോഡിനകത്തുള്ള കാര്യം ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? സീഡോ കോഡിനെ ഞാൻ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സീഡോ കോഡിനകത്ത് എഴുതുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എവിടെയാണ് എഴുതേണ്ടത്? ഓയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ അകത്താണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടും സ്റ്റോപ്പും എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഓയിഡ് മെയിനിന്റെ ഓപ്പണിംഗ് ബ്രേസസും ക്ലോസിംഗ് ബ്രേസസും ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി വെക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തു വെക്കാം. എന്തായിരുന്നാലും ഓയിഡ് മെയിൻ വേണം. ഓപ്പണിംഗ് ബ്രേസസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ്, ക്ലോസിംഗ് ബ്രേസസ് ഓയിഡ് മെയിനിന്റെ
ക്ലോസിംഗ് ബ്രേസസ് എന്ന് പറയുന്നത് സ്റ്റോപ്പായിട്ടും നിങ്ങൾ അസ്യൂം ചെയ്യും. ശരി, ഇനി എൻ്റെ അടുത്ത് ആകെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എനിക്ക് പെൻഡിങ് ഉള്ളൂ, ദാറ്റ് ഈസ് ഡിസ്പ്ലേ ഹലോ വേൾഡ് എന്ന് പറയുന്നത് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ സിക്കകത്ത് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് printf. എന്താണ് ഡിസ്പ്ലേക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേരെന്താണ്? printf ബ്രാക്കറ്റ്. ഇതാണ് ഈ ഫംഗ്ഷനാണ്. എനിക്ക് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഹലോ വേൾഡ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് എനിക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് എഴുതുക. ഇൻ കോട്ട്സ്, ഡബിൾ കോട്ട്സിനകത്ത് എഴുതുക. ഹലോ വേൾഡ് ആണെങ്കിൽ ഹലോ വേൾഡ് എഴുതുക. അതല്ല നിങ്ങൾക്ക് എന്താണ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നെങ്കിൽ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് എഴുതുക. അത്രയും എഴുതുക. അതിനുശേഷം ഈ printf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇതിന്റെ പേരെന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്, printf എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനെ ഞാൻ ഇൻബിൽഡ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനെ ഇൻബിൽഡ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് stdio.h എന്ന് പറഞ്ഞ ഫയലിനകത്താണ്. stdio.h എന്ന് പറയുന്ന ഒരു ഫയലിനകത്താണ് ഈ printf എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ഫയലിനെ എൻ്റെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് പ്രീപ്രോസസർ ഡയറക്റ്റീവ് #include stdio.h. അപ്പോൾ ഈ stdio.h ഞാൻ എൻ്റെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ അകത്ത് എന്തുണ്ട്? printf എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, printf എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് പ്രിന്റ് ചെയ്യാൻ, അതായത് മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേര് എന്താണ്? printf ആണ്. printf. ആ printf എവിടെയാണ് കിടക്കുന്നത്? stdio.h-നകത്താണ് കിടക്കുന്നത്. സോ ഐ നീഡ് ടു ഇൻക്ലൂഡ് ദാറ്റ് ഫയൽ ഇൻടു മൈ പ്രോഗ്രാം. അതുകൊണ്ട് ഞാൻ എന്ത് എഴുതുന്നു? #include എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇതിനെ ഞാൻ എന്താ വിളിക്കുന്നത്? പ്രീപ്രോസസർ ഡയറക്റ്റീവ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ലൈനിനെ നമ്മൾ പ്രീപ്രോസസർ ഡയറക്റ്റീവ് എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രോസസ്സറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആരെ കൊണ്ടുവരിക? stdio.h-നെ കൊണ്ടുവരിക എന്ന്. ശരി, ഈ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞു. എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമിനെ ഞാൻ ഹലോ എന്നാണ് പേര് വിളിക്കുന്നത്. hello.c എന്നാണ് ഞാൻ ഈ പേര് വിളിക്കുന്നത്. ശരി, അപ്പോൾ ഒരു പ്രോഗ്രാം ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഞാൻ എന്ത് ചെയ്യണം? കമ്പൈൽ ചെയ്ത് റൺ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കമ്പൈൽ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു വീഡിയോ, ഒരു GCC നമുക്ക് എങ്ങനെ വിൻഡോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ ഒരു ലിങ്കിൻ്റെ താഴെ ഞാൻ ഇട്ടേക്കാം. അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നൗ ഞാനിപ്പോൾ എൻ്റെ പ്രോഗ്രാം, ഞാനിപ്പോൾ എൻ്റെ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് C പ്രോഗ്രാമിനകത്ത് ബ്ലോഗർ എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ് എൻ്റെ hello.c ഉള്ളത്. സോ ഞാനാണെങ്കിൽ അത് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കുകയാണ്. hello.c ഉണ്ട്. dir എന്ന് പറയുന്ന ആ ഡയറക്ടറിക്കകത്തുള്ള ഫയൽസിൻ്റെ ലിസ്റ്റ് എനിക്ക് തരും. സോ hello.c അവിടെ ഉണ്ട്. ശരി, ഞാൻ hello.c കമ്പൈൽ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഒരു ഫയൽ കമ്പൈൽ ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യുക? GCC എന്ന് പറയുന്നതാണ് എൻ്റെ കമ്പൈലറിൻ്റെ പേര്. GCC hello.c. ആ ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് ഹലോ എന്നായിരുന്നു, hello.c. സോ ഞാൻ അത് കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്തതിന് ശേഷം റൺ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് a.exe എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യും? അത് കമ്പൈൽ ആവും. ഇപ്പോൾ GCC hello.c എന്ന് പറയുന്നത് കമ്പൈൽ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? a.exe. ഓക്കെ, ഞാൻ എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിച്ചതിന് ശേഷം നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ത് കിട്ടുമെന്ന് പറഞ്ഞ് നോക്കാം. എനിക്ക് മോണിറ്ററിനകത്ത് എന്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചു? ഹലോ വേൾഡ് എന്ന് പറയുന്ന കാര്യം പ്രിന്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഇൻബിൽഡ് ഫംഗ്ഷന്റെ പേരെന്താണ്? printf. ഇനി #include stdio.h അല്ലെങ്കിൽ stdio.h-ൻ്റെ അകത്താണ് ആ printf എന്ന് പറയുന്ന കാര്യമുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത്.